രാമേന്ദ്രൻ, ഇന്ത്യയിൽ അതിഭയങ്കരമായ അസമത്വമാണ്, പ്രത്യേകിച്ചും സാമ്പത്തിക രംഗത്ത്. ഈ അസമത്വം മാറ്റാനായിട്ട് കോൺഗ്രസ് ഒരു മന്ത്രം എന്ന നിലയിൽ അവരുടെ മാനിഫെസ്റ്റോയിൽ സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളുടെ സ്വത്തെടുത്ത് തുല്യമായി പാവങ്ങൾക്ക് വീതിക്കണം എന്ന് ഒരു വാഗ്ദാനമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. കോൺഗ്രസ് 60 വർഷം ഭരിച്ചിട്ട് ചെയ്യാത്ത ഒരു കാര്യം ഇപ്പോൾ ഇനി 10 വർഷം ഭരണത്തിൽ നിന്ന് പുറത്തു നിന്ന് കഴിഞ്ഞപ്പോൾ തിരിച്ചു വരാനുള്ള ഒരു കുറുക്ക് വഴി ഇതുപോലൊരു വാഗ്ദാനം അവതരിപ്പിക്കുക അല്ലാതെ വേറെ വഴിയില്ലെന്ന് വന്നു. ഇതിനെ രാജസ്ഥാനിലെ ഒരു തിരഞ്ഞെടുപ്പ് വേദിയിൽ അതിഗംഭീരമായിട്ട് പ്രധാനമന്ത്രി വിമർശിക്കുകയും അത് സരസമായ നിലയിൽ നാട്ടുകാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അതിൻ്റെ അർത്ഥവും അനർത്ഥവും വ്യക്തമാക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ ആർട്ടിക്കിൾ 39B, അതായത് സ്വകാര്യ സ്വത്തിന്മേൽ ഉള്ള ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണവും അവകാശവും ഒരു വലിയ ഭരണഘടനാ വിഷയമായി പൊന്തി വന്നിരിക്കുകയാണ്. ഇതേപ്പറ്റി അങ്ങയുടെ റിയാക്ഷൻ അറിയാൻ താല്പര്യമുണ്ട്. ഈ വിഷയം സുപ്രീം കോടതി 9-അംഗ ബെഞ്ച്, ഭരണഘടനാ ബെഞ്ച്, മുമ്പ് കേശവാനന്ദ ഭാരതി കേസൊക്കെ ചെയ്തതുപോലെ ഒരു ഗൗരവമുള്ള ഭരണഘടനാ പ്രശ്നമായിട്ട് എടുത്തിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ചയ്ക്ക് വഴിവെച്ചത് നമ്മുടെ മഹാനായ ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ ഒരു ഭിന്നാഭിപ്രായം 1970 77 സുപ്രീം കോടതിയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നു രംഗനാഥ റെഡ്ഡി കേസിൽ. ആ ഭിന്നാഭിപ്രായം സത്യത്തിൽ കോടതിയുടെ അഭിപ്രായമല്ല. പക്ഷേ ഈ ഭിന്നാഭിപ്രായം എടുത്തിട്ട് ശരിയാണെന്നുള്ള മട്ടിൽ പിന്നീടുള്ള സമീപകാലത്തൊക്കെ ചില വിധികളിൽ മറ്റേ സ്വകാര്യ സ്വത്ത് ഏറ്റെടുക്കാം എന്ന മട്ടിൽ ചില വിധികൾ വന്നു. അത് ഈ ഖനിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കമ്പനികളുടെ കേസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് അങ്ങനെ വന്നത്. ചില ആളുകൾ, കമ്പനികൾ, മനുഷ്യരൊക്കെ കേസിന് പോവും. അപ്പോൾ ഇങ്ങനെ സുപ്രീം കോടതിയിൽ കൃഷ്ണയ്യരുടെ വിധിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അതൊരു കീഴ്വഴക്കം. ചില ജഡ്ജിമാര്. അപ്പോൾ ഒരു വിധിയിൽ വന്നാൽ തന്നെ കീഴ്വഴക്കാവുമല്ലോ. അതൊരു 4-1 വിധിയിൽ ഭിന്നാഭിപ്രായമായിരുന്നു. അത് 3 ജഡ്ജിമാർ വിധിച്ചത് അങ്ങനെയല്ല എന്നാണ്. പക്ഷെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ VR കൃഷ്ണയ്യർ ഒരു മാർക്സിസ്റ്റ് ഇന്റർപ്രിട്ടേഷൻ കൊടുത്തു. ആ 1977 ഈ രംഗനാഥ റെഡ്ഡി കേസിൽ സ്വകാര്യ സ്വത്ത് സമൂഹത്തിന്റെ പൊതുഭൗതിക വിഭവങ്ങളിൽ വരില്ല എന്നാണ് വിധി. സ്വകാര്യ സ്വത്ത് പൊതു ഉടമയിൽ എടുക്കാനും പറ്റില്ല. എന്നാൽ സ്വകാര്യ സ്വത്ത് പൊതുവിഭവമാണ് എന്ന് മാർക്സിസ്റ്റ് വ്യാഖ്യാനം എഴുതി ഭിന്നാഭിപ്രായക്കുറിപ്പിൽ VR കൃഷ്ണയ്യർ. ഭരണഘടനയുടെ നിർദ്ദേശക തത്വത്തിലുള്ള 39B ഇപ്പോൾ സുപ്രീം കോടതി റീഇന്റർപ്രിട്ടേഷൻ എടുത്തിരിക്കുന്നത്. ഈ 39B വകുപ്പാണ് കൃഷ്ണയ്യർ വ്യാഖ്യാനം ചെയ്തത് അല്ലെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്തത്. ഈ 39Bയിൽ പറയുന്നത് ഇതാണ്: രാജ്യത്തെ ഭൗതിക വിഭവങ്ങളുടെ ഉടമാവകാശവും നിയന്ത്രണവും പൊതുനന്മയ്ക്ക് ഉതകും വിധം വിതരണം ചെയ്യണം. അപ്പൊ ഇത് ഏത് ഭൗതിക വിഭവം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല ഭരണഘടനയുടെ ഈ 39Bയിൽ. അപ്പോൾ അതെന്താണ് എന്നുള്ളത് നോക്കണം, എന്നിട്ട് റീഇന്റർപ്രറ്റ് ചെയ്യണം. അല്ലാതെ ഈ കൃഷ്ണയ്യർ പറയുന്ന ഈ മാർക്സിയൻ വ്യാഖ്യാനമായിട്ട് നമ്മൾ പോകരുത് എന്നൊരു കാഴ്ചപ്പാട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന് തന്നെ വന്നു. അങ്ങനെയാണ് അത് ശരിയാണോ എന്ന് ചോദിക്കാനായിട്ട് ഈ 9-അംഗ വിപുലമായ ബെഞ്ചിന് വിട്ടിരിക്കുന്നത്. ഇത് പിന്നീട് എന്തൊക്കെ സംഭവിച്ചു എന്ന് വെച്ചാൽ 1977 വിധിക്ക് ശേഷം 1983 സഞ്ജീവ് കോക്കെ കേസിൽ 5-അംഗ ബെഞ്ച്, സുപ്രീം കോടതിയുടെ 5-അംഗ ബെഞ്ച് നേരത്തെ ഉള്ള ഒറ്റയാൾ അഭിപ്രായം ഉണ്ടല്ലോ, ഭിന്നാഭിപ്രായം, അത് സ്വീകരിച്ച് വിധി എഴുതി 10 കൊല്ലത്തിന് ശേഷം. 1997 മഫത്തിലാൽ കേസ് വന്നപ്പോൾ ഇത് ആശയക്കുഴപ്പമുണ്ടാക്കി. അങ്ങനെ പ്രശ്നം കൃത്യമായ വ്യാഖ്യാനത്തിനാണ് 9-അംഗ ബെഞ്ചിന് വിട്ടത്. ഇപ്പോൾ YV ചന്ദ്രചൂഡ് നേതൃത്വം നൽകുന്ന ബെഞ്ചിന് മുമ്പാകെ 2 ആഴ്ച മുമ്പ് ഇത് വന്നു. സീനിയർ അഡ്വക്കേറ്റുമാരായ ഈ 9-അംഗ ബെഞ്ച് തന്നെ സീനിയർ അഡ്വക്കേറ്റുമാരെ വെച്ചിട്ടുണ്ട്
അവരുടെ മുമ്പിൽ വാദം നടത്താനായിട്ട്. അതെ അതെ സീനിയർ അഡ്വക്കേറ്റുമാരായ ദേവരാജ്, സാൽ അന്ത്യാർജുന, സമീർ പരീഖ് അവരാണ് ഇപ്പൊ ബെഞ്ചിന്റെ മുമ്പിൽ ഇത് സ്വകാര്യ സ്വത്ത് പൊതു ഉടമയിൽ ഉള്ളതാണോ, സ്വകാര്യ വിഭവങ്ങൾ പൊതു ഉടമയിലാണോ ഇല്ലയോ എന്നുള്ള കാര്യം വാദിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുവിഭവങ്ങളിൽ സ്വകാര്യ സ്വത്ത് വരില്ല. കൃഷ്ണയ്യർ പറഞ്ഞത് മാർക്സിസമാണ്. അതിന് ജനാധിപത്യത്തിൽ പ്രസക്തിയില്ല. ജനത്തിന്റെ അടിസ്ഥാന അവകാശങ്ങളാണ് പ്രധാനം എന്ന് സീനിയർ അഭിഭാഷകരിൽ ഒന്ന് രണ്ടുപേരും. വേറെ രണ്ട് പ്രശ്നങ്ങളിൽ സുപ്രീം കോടതി തന്നെ ഇടപെട്ടിട്ടുണ്ട്. ഒന്ന് മഹാരാഷ്ട്രയിലെ ഒരു ഹൗസിംഗ് കോളനിയിലെ ഹൗസിംഗ് കോളനിയുടെ അവിടുത്തെ ഹൗസിംഗ് കോളനി നിൽക്കുന്ന സ്ഥലം പൊതു ആവശ്യത്തിനായിട്ട് ഏറ്റെടുക്കണം എന്ന ഒരു പ്രശ്നം വന്നപ്പോൾ ഹൗസിംഗ് കോളനിയുള്ള അന്തേവാസികൾ കേസിന് പോയി. സുപ്രീം കോടതിയുടെ ഫുൾ ബെഞ്ച് ഇത് പരിശോധിച്ചപ്പോൾ അവരുടെ നിഗമനം 70% അവിടുത്തെ അന്തേവാസികൾ, ആ പ്രദേശത്ത് ജീവിക്കുന്ന 70% ആളുകൾ സമ്മതിക്കുകയാണെങ്കിൽ മാത്രം എടുക്കാമെന്നാണ്. അങ്ങനെ ഒരു റൂളിങ്ങും ഇതേ പറ്റിയുണ്ട്. അപ്പോൾ ചന്ദ്രചൂഡ് കഴിഞ്ഞ ദിവസം ഈ വാദം നടക്കുമ്പോൾ ഒരു നിരീക്ഷണം നടത്തി. അതിതാണ്, നാം കൃഷ്ണയ്യരുടെ മാർക്സിസ്റ്റ് വ്യാഖ്യാനം സ്വീകരിക്കേണ്ട. എന്നാൽ പൊതുവിഭവങ്ങളിൽ ഇന്നത്തെ തലമുറ വിശ്വാസം അർപ്പിക്കുന്ന കാര്യങ്ങൾ വരാം. പ്രകൃതി വിഭവങ്ങൾ വരും. വനം, തടാകം, ഖനി തുടങ്ങിയവ സ്വകാര്യ ഉടമയിലായാലും പൊതുവിഭവമാകാം. സകലതും പൊതു ഉടമ എന്ന മാർക്സിസ്റ്റ് സമീപനം ശരിയല്ല. അതായത് എൻവയോൺമെന്റൽ സംഭവങ്ങൾ, അതാണ് അദ്ദേഹം ഊന്നിയിരിക്കുന്നത്. വനം, തടാകം, ഖനി ഇതൊക്കെ സ്വകാര്യ ഭൂമിയിലുണ്ടെങ്കിലും അതിനകത്തൊരു യുക്തിയുണ്ട്. ഇപ്പോൾ വനവാസികൾക്ക് ഭൂമിയില്ല, അതേസമയത്ത് സ്വകാര്യ സ്വത്ത് എന്ന നിലയിൽ ഒരുപാട് വ്യക്തികളുടെയും കമ്പനികളുടെയും നിയന്ത്രണത്തിൽ ഇഷ്ടം പോലെ വനങ്ങളുണ്ട്. അപ്പോൾ ആ പ്രദേശം പൊതു ഉടമസ്ഥതയിൽ കൊണ്ടുവന്ന് ഭൂമിയില്ലാത്തവർക്ക് അത് കൊടുക്കാം എന്ന ഒരു റൂളിങ് നല്ലതല്ലേ? അത് നല്ലതാണ്. അത് ഈ നിരീക്ഷണം സത്യത്തിൽ ഇനി വരാനിരിക്കുന്ന ഇന്റർപ്രിട്ടേഷൻ എന്തായിരിക്കും എന്നുള്ളതിനും ഒരു സൂചനയാണ്. പിന്നെ വാട്ടർ റിസോഴ്സസ്, അതെ, വാട്ടർ റിസോഴ്സസ് ജലസേചനത്തിന് ഉപയോഗിക്കാമെങ്കിലോ? അതെ. അതിൽ വേറൊരു ചോദ്യമുണ്ട്. ഒരു വീട്ടുമുറ്റത്തെ കിണറിലെ വെള്ളം പൊതു സ്വത്താണോ സ്വകാര്യ സ്വത്താണോ? ആ ചോദ്യം അഡ്രസ്സ് ചെയ്യേണ്ടി വരില്ലേ? അപ്പോൾ സ്വകാര്യ സ്വത്തിന് വലിയൊരു നിർവചനം പിന്നെയും ഉണ്ടാകണം. നരേന്ദ്രമോദി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ നിങ്ങളുടെ താലി വല്ലവനും തട്ടിക്കൊണ്ടുപോകുമോ? അടുത്ത രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ താലി അടക്കം പോകും എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രയോഗം വരണമെങ്കിൽ എവിടെയൊക്കെ ഈ നിയമത്തിൻ്റെ ഈ 39B എന്ന് പറയുന്നതിൻ്റെ മുന എവിടം വരെ നീളാം, അതിൻ്റെ അധികാരപരിധി എവിടം വരെ വരാം, എന്താണ് സ്വകാര്യ തടാകം, വനം, ഖനി എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരു 5 സെന്റിൻ്റെ അകത്ത് കിണറൊന്നും ഇതിൽ വരാൻ ഒരു ന്യായവും ഇല്ല. അല്ല, പിന്നെ നമ്മുടെ നാട്ടിൽ ഈ മതിൽ കെട്ടി തിരിച്ച് അതിര് നിർണയിച്ച് തികച്ചും വ്യക്തിപരം എന്ന നിലയിൽ താമസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ നാടാണ്. അവിടെ ഇപ്പം നാളെ ഒരാൾ ആ മതിലിനകത്ത് കയറിയാൽ അതിക്രമം എന്ന കുറ്റം ആരോപിക്കാൻ പറ്റുമോ? എൻ്റെ കോമ്പൗണ്ടിൽ വന്ന് കള്ളനെ എനിക്ക് വെടിവെച്ചിട്ടാലും എനിക്ക് ശിക്ഷ കുറയും. അത് കാരണം അയാളുടെ തികച്ചും പ്രൈവറ്റ് ഏരിയയിലുള്ള കടന്നുകയറ്റമാണ്. അപ്പോൾ ഈ ട്രസ്പാസിങ് എന്നുള്ളതിൻ്റെ നിർവചനം എന്തായി വരും? അപ്പോൾ ഇതിനൊക്കെ ഈ 9 അംഗ ഇത് 32 വർഷമായിട്ട് പെൻഡിങ്ങിലിരിക്കുന്ന ഒരു കേസാണ്. അത് ഭിന്നാഭിപ്രായമാണ്, അതവിടെ കിടന്നേനെ. പക്ഷേ ഈ ഭിന്നാഭിപ്രായം എടുത്തിട്ട് ജഡ്ജ്മെന്റിലേക്ക് സുപ്രീം കോടതി ഇങ്ങനെ വിധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതൊക്കെ വളരെ സംശയാസ്പദമായ വിധികളാണ്. അതെ. അപ്പോൾ ഇത്തരം അപകടങ്ങൾ മനസ്സിലാക്കാതെ ഒരു 4 വോട്ടിന് വേണ്ടി ഒരു പ്രകടന പത്രികയിൽ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതിൽ തോട്ടുംകരയിൽ വിമാനം ഇറക്കിത്തരാം എന്ന് പറയുന്നുള്ളൊരു വാഗ്ദാനമായിരുന്നു കോൺഗ്രസ് കാണിച്ചത്. പക്ഷേ ഇത് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പോലും ഇതിനെ പിൻപറ്റുന്നില്ല. നാട്ടിൽ അതേസമയം സ്വകാര്യ സ്വത്ത് കണ്ടമാനം വർദ്ധിക്കുകയും ചെയ്യും. അതെന്താന്ന് വെച്ചാൽ ധാരാളം കമ്മ്യൂണിസ്റ്റുകാർ ബൂർഷകളായല്ലോ. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ബൂർഷ ആവുക എന്നുള്ളതല്ലേ. അപ്പോൾ പിന്നെ സ്വകാര്യ സ്വത്തിന് വില വന്നു. പക്ഷെ നഷ്ടപ്പെടുവാൻ വിലങ്ങുകയും മാത്രമല്ല ഇപ്പോൾ അല്ലായിരുന്നു. അപ്പോൾ അതിരിക്കട്ടെ. അപ്പോൾ ഈ നിയമത്തിൻ്റെ അന്തസത്ത
ഇത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഈ 9 അംഗ ബെഞ്ച് ഇത് യുനാനിമസ് ആയോ അല്ലാതെ ഭൂരിപക്ഷമോ തീരുമാനമായിട്ടോ വന്നാൽ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും? അദാനി, അംബാനി തുടങ്ങിയ ആളുകളുടെ സ്വത്ത് അവരുടെ മരണശേഷം 50% പൊതുസ്വത്താക്കി മാറ്റാൻ പറ്റുമോ? അത് കോൺഗ്രസ് ആണല്ലോ പറഞ്ഞത്. അത് പിത്രോദയുടെ സിദ്ധാന്തമാണ്. അതെ അതെ. അമേരിക്കയില് ഒരാൾ മരിച്ചു കഴിഞ്ഞാല് അമേരിക്കയിലുണ്ട് മറ്റേ ഇൻഹെറിറ്റൻസ്. അത് ഇവിടെ ഉണ്ടായിരുന്നു. എസ്റ്റേറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 80% വരെ സ്വത്ത് സർക്കാരിൻ്റെതാക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. 32 കൊല്ലം അത് ഉണ്ടായിരുന്നു. അത് ഇന്ദിരാഗാന്ധിയുടെ വിൽപത്രം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവരുടെ മരണത്തിന് ശേഷം രാജീവ് ഗാന്ധിയുടെ ആദ്യ ഗവൺമെൻറ് 1985 ബജറ്റിൻ്റെ സമയത്ത് ഏപ്രിലാണ് ആ ബജറ്റിലാണ് ഇതെടുത്ത് കളഞ്ഞത്, എസ്റ്റേറ്റ് ഡ്യൂട്ടി. അങ്ങനെ ഇന്ദിരയുടെ വിൽപത്രം ആ പേരക്കുട്ടികളുടെ പേരിലായിരുന്നു അവരുടെ സ്വത്ത് മുഴുവൻ എഴുതി വെച്ചിരുന്നത്. അന്ന് മൈനർ ആണ് അവര്. അപ്പോൾ സോണിയാഗാന്ധിയും മറ്റേ രാജീവ് ഗാന്ധിയുമാണ് എക്സിക്യൂട്ടേഴ്സ് വിൽപത്രത്തിൻ്റെ. അങ്ങനെ ആ വിൽപത്രം രജിസ്റ്റർ ചെയ്യുമ്പോൾ നികുതിയൊന്നും കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ബജറ്റിൽ ഈ എസ്റ്റേറ്റ് ഡ്യൂട്ടി 32 കൊല്ലമായിട്ട് 1952 മുതൽ ഉണ്ടായിരുന്നത് എടുത്ത് കളഞ്ഞു. ഇത് മാത്രമല്ല, ഇത് നമ്മുടെ സമൂഹത്തിലെ എഫിഷ്യൻസി, കാര്യക്ഷമത കുറയ്ക്കും. മത്സരിച്ച് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുവാനുള്ള മനുഷ്യൻ്റെ വാസന നശിക്കും. കാരണം സമ്പത്ത് ഉൽപ്പാദിപ്പിച്ചിട്ട് എന്ത് കാര്യം എന്ന് വിചാരിക്കും. അതെ, ആവശ്യത്തിന് പോരെ. ആ വ്യക്തിക്ക് എന്താണ് ഗുണം? ഈ കമ്മ്യൂണിസത്തിന്റെ ഏറ്റവും വലിയ ഒരു പരിമിതിയായിട്ട് എനിക്ക് പണ്ടും തോന്നിയിട്ടുള്ളത്, ഇപ്പം ഞാനൊരു പുസ്തകം എഴുതുന്നു അല്ലെങ്കിൽ ഒരു പാട്ട് എഴുതുന്നു, അതിൻ്റെ മുകളിലുള്ള അവകാശം എനിക്കാണല്ലോ. അത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ലേ? അത് മുഴുവൻ പൊതു ഉടമയിലേക്കാണെന്ന് സോവിയറ്റ് യൂണിയനിലെ മറ്റേ സ്റ്റാലിൻ പറഞ്ഞ എങ്ങനെയാണ് ശരിയാകുന്നത്? കാൾ മാർക്സ് പറഞ്ഞ എങ്ങനെയാണ് ശരിയാകുന്നത്? ഇത് ഇന്ത്യയിൽ ഈ ആലോചന തുടങ്ങി വെച്ചത് ഇന്ദിരാഗാന്ധിയാണ്. 1969 കോൺഗ്രസ് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ അവർക്ക് ജനങ്ങളുടെ ഇടയിലാണ് ഗരീബി ഹഠാവോ പറഞ്ഞു. രണ്ടാമത് 14 ബാങ്ക് ദേശസാൽക്കരിച്ചു, പൊതുവുടമയിൽ കൊണ്ടുവന്നു. അവിടെ നിന്ന് ആരംഭിച്ചതായിരുന്നു ഈ അപകടത്തിൻ്റെ. പിന്നെ പ്രിവി പേഴ്സ് നിർത്തി. അപ്പോൾ ഏതായാലും ഈ നിയമം നമുക്ക് ദൂരവ്യാപകമായ ഫലമുണ്ടാക്കുന്നതും അത് കോൺഗ്രസ് മാനിഫെസ്റ്റോയിൽ അവതരിപ്പിച്ച് ജനങ്ങളെ പറ്റിക്കാൻ നോക്കുകയെങ്കിലും ആ ഇന്റർപ്രിട്ടേഷൻ കൊണ്ട് ചിലപ്പോൾ വലിയ ഗുണങ്ങൾ ഉണ്ടാവും കേട്ടോ. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇടുക്കിയോ വയനാടോ ഒക്കെ എടുക്കുക, വലിയ എസ്റ്റേറ്റുകളുണ്ട്. ആ എസ്റ്റേറ്റുകളുടെ അകത്തൊക്കെ വലിയ ചിലതിലൊക്കെ വെള്ളച്ചാട്ടമൊക്കെ കാണും. ചെറിയ പവർ ജനറേഷനൊക്കെ ചിലപ്പോൾ അവിടെ നിന്ന് പറ്റും. ആ ഗ്രാമം മുഴുവൻ ചിലപ്പോൾ വൈദ്യുതി അവിടെ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇല്ലേ? അങ്ങനത്തെ ഗുണങ്ങൾ ഈ റീഇൻ്റർപ്രിട്ടേഷൻ, പുനർവ്യാഖ്യാനം കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ കേരളത്തിൽ ഇതിന് വേറൊരു ആപ്ലിക്കേഷൻ വരാം. ഒരുപാട് വീടുകൾ, വലിയ പലേഷ്യസ് ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ട് അടച്ചിട്ടേക്കുക, താമസിക്കാൻ ആളില്ല. അതേസമയത്ത് ഹോംലെസ് ആയിട്ടുള്ള, ഡെസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ തെരുവിലുറങ്ങുന്നവരും വീടും കൂടും ഇല്ലാത്തവരും. വീടില്ലാത്തത് കൊണ്ട് പെരുമ്പാവൂരിലല്ലേ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടത്, ജിഷ കൊലപാതകം. അപ്പോൾ അതുപോലെയുള്ള ദുരിതാവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്താനും അതൊരു സൊല്യൂഷനാക്കി വേണമെങ്കിൽ ആലോചിച്ചൂടെ? അത് ആലോചിക്കുമ്പോൾ അതിന് വാടക കൊടുക്കുന്ന വിധത്തിലൊക്കെ വേണ്ടി വരും. അതെ അതെ, അതിൻ്റെ മൂല്യം തീരുമാനിക്കുകയും ഗവൺമെൻറ് അതിൻ്റെ ഒരു നിശ്ചിത വ്യവസ്ഥ ഉണ്ടാക്കുകയും ചെയ്താൽ അപ്പോൾ അങ്ങനെയുള്ള അടഞ്ഞു കിടക്കുന്ന വീടുകളൊക്കെ ഉപയുക്തമാക്കി മാറ്റാം. ഇപ്പോൾ പിണറായി ഗവൺമെൻറ് ആലോചിച്ച് അതിൽ നിന്ന് എത്രമാത്രം ടാക്സ് അടിച്ചെടുക്കാവുന്നതാണ്. വിദേശത്തുള്ളവരുടെ വീടുകൾക്കും ടാക്സ്, അടച്ചിട്ടാലും വീടിന് ടാക്സ് എന്നൊക്കെ പറഞ്ഞു. കൊച്ചി നഗരത്തിന്റെ പല ഭാഗത്തും എല്ലും കൂട് പോലെ 10 കൊല്ലം മുമ്പൊക്കെ ഫ്ലാറ്റ് ഉണ്ടാക്കാൻ പണിത് വെച്ച സ്ട്രക്ചേഴ്സ് ധാരാളം കാണാം. അതെ അതെ, പണി പൂർത്തിയാകാതെ ഒക്കെ. ഇതൊക്കെ ഏറ്റെടുത്ത് പണി പൂർത്തിയാക്കിയിട്ടും കൊടുക്കാം. അപ്പോൾ ഈ ഭരണഘടനാ വ്യവസ്ഥ പ്രാബല്യത്തിൽ വന്നാൽ അങ്ങനെ ഒരു ചില ഗുണങ്ങളുമുണ്ട്. ഉണ്ട്. ശരി, ഇത് പക്ഷേ എന്തായാലും ഭരണഘടന എഴുതിയ അംബേദ്കർ പോലുള്ള ആളുകൾ വിഭാവനം ചെയ്ത ഒരു കാര്യമല്ല കൃഷ്ണയ്യർ എഴുതി വെച്ചത്. അതെ അതെ. സ്വകാര്യ സ്വത്ത് മുഴുവൻ, സ്വകാര്യ വിഭവങ്ങൾ മുഴുവൻ പൊതു ഉടമയിൽ ആക്കാം എന്ന് എഴുതി വെച്ചത് എന്തായാലും
ആ ഭരണഘടനയുടെ സത്തയ്ക്ക് നിരക്കുന്നതായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന ആ ഡിവിഷൻ ബെഞ്ചിൽ കൂടെ ഇരുന്ന ജഡ്ജി അതിനെ അനുകൂലിച്ചില്ല. ഇല്ല, 4-1 5-അംഗ ബെഞ്ചാണ്. കൃഷ്ണയ്യരുടേത് മാത്രമാണ് ഭിന്നാഭിപ്രായം. ആ ഭിന്നാഭിപ്രായം എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ അഭിപ്രായമല്ല. ആ ഭിന്നാഭിപ്രായം എടുത്തിട്ട് വിധിയാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് ചില ആളുകൾക്ക്, സ്വകാര്യ വ്യക്തികൾക്ക് ഉണ്ടാകത്തക്ക വിധത്തിൽ ചില ജഡ്ജിമാർ വിധിച്ചതും ശരിയല്ല. അല്ല, അത് ഇന്റർപ്രിട്ടേഷനിൽ വന്ന ഒരു പിശകുമായിരുന്നു. അതെ. ഏതായാലും ഇത് ഇനിയും രാജ്യം പല നിലയിൽ ചർച്ച ചെയ്യുവാനും നിയമവേദികളിലൊക്കെ ഒരു ഡിബേറ്റിംഗ് വിഷയമായി നിലനിൽക്കാനും സാധ്യതയുണ്ട്. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.